ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ഡ്രോൺ സർവേ നടത്തിയത് നിയമവിരുദ്ധമെന്ന് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. വിമാനത്താവള പദ്ധതിക്കായി ഡ്രോൺ സർവേ നടത്തണമെങ്കിൽ കേന്ദ്ര അനുമതി നിർബന്ധം. ഡ്രോൺ സർവേ സംബന്ധിച്ച് തഹസിൽദാരോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, വലിയ വിവാദങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ഈ ഒരു ഡ്രോൺ പറത്തിയത്. ഇതിൽ പ്രതിപക്ഷം ഭൂമാഫിയകൾ വീണ്ടും കളം പിടിക്കുന്നു എന്നതടക്കമുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്? സ്വാതി, അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രോൺ സർവേ നടത്തിയത് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടല്ല, മാധ്യമ വാർത്തകളിൽ കൂടെ മാത്രമാണ് കളക്ടറടക്കം ഈ വിവരം അറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് തേടിയെന്ന് പറയുമ്പോൾ ഫോൺ മുഖേന ചോദിച്ചറിയുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രോൺ സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തഹസിൽദാരോട് അറിയിച്ചിരുന്നോ, അല്ലെങ്കിൽ തഹസിൽദാരുടെ അനുമതി ഇക്കാര്യത്തിൽ തേടിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ഉള്ള ഒരു വിവരം തേടൽ തഹസിൽദാർക്ക് എത്തിയത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തഹസിൽദാർ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. അവരുടെ അനുമതിയോടുകൂടിയല്ല ഈ ഡ്രോൺ സർവേ അവിടെ നടത്തിയത്. മൗണ്ട് സിയോൺ ഗ്രൂപ്പിന്റെ ചെയർമാനായ എബ്രഹാം കലമണ്ണിലാണ് ഇത്തരത്തിൽ ഒരു ഡ്രോൺ സർവേ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി അവിടെ നടത്തിയിരുന്നത്. ആദ്യഘട്ട ഡ്രോൺ സർവേ നടത്തി, അടുത്ത രണ്ടാം ഘട്ടം ഉടൻ നടത്തുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എബ്രഹാം കലമണ്ണിൽ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ബന്ധപ്പെട്ട് അങ്ങനെ ഡ്രോൺ സർവേ മറ്റാരുടെയും അനുമതി കൂടാതെ നടത്താൻ സാധിക്കില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം അനുമതി ഇതിന് ആവശ്യമാണ് എന്നിരിക്കെ അതൊന്നും കൂടാതെ ആയിരുന്നു ഈ എബ്രഹാം കലമണ്ണിൽ ഇത്തരത്തിലൊരു ഡ്രോൺ സർവേ നടത്തിയത്. റിയൽ എസ്റ്റേറ്റ് താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അതിന് പിന്നാലെ തന്നെ വന്നു. എന്തായാലും ഇക്കാര്യത്തിലാണ് ഇപ്പോൾ തഹസിൽദാരോട് ജില്ലാ ഭരണകൂടം ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സ്വാതി. ശരി ശ്രീരാജ്.